അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. മക്കളെ സുഖല്ലേ? അപ്പോ നമ്മള് ദാൽ എന്ന അക്ഷരം പഠിച്ചല്ലോ അല്ലെ? ചോദിക്കട്ടെ, നിങ്ങള് ബാങ്ക് കേൾക്കാറില്ലേ? എവിടെ നിന്നാ നമ്മൾ ഈ ബാങ്ക് കേൾക്കുന്നത്? പള്ളിയിൽ നിന്ന് അല്ലേ? പള്ളിയിൽ നിന്ന് ബാങ്ക് കേൾക്കും അല്ലേ? ഒരു ദിവസം എത്ര ബാങ്ക് കേൾക്കാറുണ്ട്? 5 ബാങ്ക് അല്ലേ? ആ അപ്പോഴേ ഈ ബാങ്കിന് എന്താ പറയാന്നറിയാം നിങ്ങൾക്ക്? അദാൻ. എന്താ പറയാ? അദാൻ. അദാൻ. എന്താ പറയാ? അദാൻ. ഇപ്പൊ നമ്മൾ പഠിച്ച ദാലി എന്ന അക്ഷരം ഉണ്ടല്ലോ, അദാൻ. അപ്പൊ നമുക്ക് നോക്കാം, ഈ പാഠം നോക്കട്ടോ. ഇതില് ഏതാനും അക്ഷരങ്ങളാണുള്ളത് നോക്കാം. ഒരു ചിത്രമൊക്കെ കാണുന്നുണ്ട് അല്ലേ? എന്താണത്? ആ, മദീനത്തെ മുത്തുനബിയുടെ പള്ളിയാണത്. മദീനത്തെ പള്ളി. നമുക്ക് നോക്കാം. അദാൻ, ബാങ്ക്. അദാൻ, ബാങ്ക്. അടുത്ത വരി ഇതൻ. അടുത്തത് അദ്ന. 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 ഉദ്ദിന. ഉദ്ദിന. حذر. 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 അപ്പൊ ഇതില് ആ ദാലി എന്ന അക്ഷരം ഉണ്ടല്ലോ, ഏത് നമ്മൾ പഠിച്ചേ ഇയാളുണ്ടല്ലോ, ദാല് 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 അല്ലേ? ഈ ദാലിന് മുകളിൽ പുള്ളിട്ടാൽ ദാൽ. 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 അതാണ് അദാൻ. വാങ്ക്. വാങ്ക് എന്നും പറയും, ബാങ്ക് എന്നും പറയും കേട്ടോ. അപ്പൊ അദാൻ, ബാങ്ക്. അദാൻ, ബാങ്ക്. അദാൻ, ബാങ്ക്. റെഡിയല്ലേ? അപ്പോ നിങ്ങൾ എന്ന അക്ഷരം പഠിച്ചതുകൊണ്ട് ഇനിയിപ്പോ ഈ പ്രത്യേകിച്ച് ഈ പാഠം കൂടുതൽ സമയം നോക്കേണ്ടതൊന്നുമില്ല. നിങ്ങൾ 2-3 പ്രാവശ്യം കേൾക്കുക, എന്നിട്ട് എൻ്റെ കൂടെ നിങ്ങൾ വായിക്കണം. നിങ്ങൾക്ക് ഒറ്റയ്ക്ക് വായിക്കാൻ കിട്ടും ഈ അക്ഷരം. അദാൻ. അദാൻ, ബാങ്ക്. റെഡിയല്ലേ? അപ്പൊ എൻ്റെ പ്രിയപ്പെട്ട മക്കളെ, നമ്മള് ദാൽ എന്ന അക്ഷരം കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. അദാൻ. അദാൻ അല്ലേ? ദനബ്. ദ എന്ന അക്ഷരം നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഈ അദാൻ എന്ന പാഠത്തിന്റെ തെതിരി ഭാഗത്ത് നോക്കാം. നഖ്റ. മുഴുവനും നമ്മൾ പഠിച്ച അക്ഷരങ്ങളാണ്. ഒന്ന് വായിക്കണം. എൻ്റെ കൂടെ വായിക്കണം കേട്ടോ. അ, ബ, ത, ഥ, ജ, ഹ, ഖ, ദ, ദ. ഇനി ഇതിനൊക്കെ നീട്ടാൻ കൊടുത്താലോ? അ, ബ, ത, സ, ജ, ഹ, ഖ, ദ, ദ. ഈ അക്ഷരങ്ങൾ, എല്ലാ അക്ഷരങ്ങളും നമുക്ക് നിർബന്ധമായിട്ട് കിട്ടണം. ഇതുവരെ നമ്മൾ പഠിച്ച മുഴുവൻ അക്ഷരങ്ങളും ഇതിലുണ്ട്. നന്നായി നോക്കണം. എന്നിട്ട് ഈ അക്ഷരങ്ങൾ നിങ്ങൾ എഴുതണം. ഈ അക്ഷരങ്ങൾ നിങ്ങൾ എഴുതണം, നിർബന്ധമായിട്ട് എഴുതണം. അതാണ് തെതിരിഭാഗത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ടത്. അടുത്ത് നക്തശിഫു ദാൽ മിനൽ ഖുർആൻ. ഖുർആനിൽ നിന്ന് നമുക്ക് ദാൽ കണ്ടെത്താം. എങ്ങനെ കണ്ടെത്തുക? ആ പുള്ളി ശ്രദ്ധിക്കണം കേട്ടോ. നോക്കാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. മുദബ്ദബീന ബൈന ദാലിക്. ഒന്നുകൂടെ. മുദബ്ദബീന ബൈന ദാലിക്. മുദബ്ദ ദാലിക്. അപ്പൊ നമ്മൾ കണ്ടല്ലോ. വഹ്ദൂ ഹിദ്റക്കും. وَحُذُوا حِذْرَكُمْ وَإِذْ تَأَذَّنَ رَبُّكُمْ. وَإِذْ تَأَذَّنَ رَبُّكُمْ نَذَرْتُمْ مِنْ نَذْرٍ. نَذَرْتُمْ مِنْ نَذْرٍ. ഇതിലൊക്കെയുള്ള
ദാല് നിങ്ങൾ കണ്ടെത്തിയിട്ട് നിങ്ങളുടെ ഉമ്മച്ചിക്ക് കാണിച്ചു കൊടുക്കണം. കാണിച്ചു കൊടുക്കൂലേ? ആ, അടുത്തത് നക്തുബുൽ അസ്മാ അൽ മുനാസിബത്ത തഹത്ത സൂറ. ഈ ചിത്രങ്ങളുടെയൊക്കെ പേരുകൾ അതിന്റെ താഴെ നമുക്ക് എഴുതാം. എന്താണ് ഒന്നാമത്തേത്? മോതിരത്തിന് എന്താ പറയാ? നിങ്ങൾ നോക്കണം, ഞാൻ പറയൂല. കയറിന് എന്താ പറയാ? പെട്ടിക്ക് എന്താ പറയാ? ഡോറിന് എന്താ പറയാ? ഒക്കെ നിങ്ങൾ നോക്കിയിട്ട് അതിന്റെ താഴെ എഴുതണം. അടുത്തത് നഖറഉ മിനൽ ഖുർആനി. ഖുർആനിൽ നമുക്ക് ഓതാം. അക്ഷരം ശ്രദ്ധിച്ചു നോക്ക്, നിങ്ങൾക്ക് സ്വന്തമായിട്ട് ഓതാൻ കഴിയും. ഈ അപ്പൊ അടുത്തത് ഖുദൂ. ഖുർആനിൽ നമുക്ക് ഓതാൻ കിട്ടുന്നതാണ് നോക്ക് കേട്ടോ. അപ്പൊ അടുത്ത കൊല്ലം നമുക്ക് 2ാം ക്ലാസ്സിൽ ഖുർആനൊക്കെ ഓതാനുള്ളതാണ്. അതുകൊണ്ട് ഈ തദ്രീബാത്ത് നന്നായി പഠിക്കണം. റെഡിയല്ലേ? അതോടൊപ്പം ആ തുടക്കത്തിൽ പറഞ്ഞ അക്ഷരങ്ങൾ നിങ്ങളൊന്ന് എഴുതണം. അപ്പൊ വീണ്ടും നമുക്ക് കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.